ഇതൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ അതിൽ കൂടി ഒരു പാവപ്പെട്ട ടീമാണ്, വളരെ പാവപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ താമസിക്കുന്ന വീട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതായി പോകും. ഓലൊക്കെ നശിച്ചിട്ട് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അബദ്ധവശാൽ ഞാൻ വീട് വർക്കിൻ്റെ അത് ഏറ്റെടുക്കാൻ എന്താണ്. അപ്പോൾ ഇതുവരെ ടൈൽസ് വരെ എത്തിപ്പോൾ ഒരു വീട് പണി നമ്മളതിൽ തന്നെ നമ്മൾ കേരളത്തിൽ തന്നെ വീട് പണി ടൈൽസ് വരെ എത്തിച്ച്. അങ്ങനെ അത് ഓരോരുത്തർ തന്ന സഹായം കൊണ്ടൊക്കെ ഇനിയാണ് മുന്നോട്ട് പോകാനും ഇനിയും പണം വേണം, ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പലവരുടെ സമീപിച്ച് പക്ഷെ ആരും കയ്യിനൊക്കെ ഉണ്ടോ നോക്കി കാര്യമായിട്ട് പിടിച്ചാലോ ക്ലിയർ ആവുള്ളൂ. പിന്നെ ആണെങ്കിൽ മൂപ്പർക്ക് സുഖമല്ല, മൂപ്പര് ഭാര്യക്കും സുഖമില്ല, താമസിക്കാൻ വീടുമില്ല, എല്ലാവരും വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കാര്യമായിട്ടൊന്ന് ഷെയർ ചെയ്യണേ, ഒരു അപേക്ഷയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് സംഭവം. അപ്പോൾ ഒന്ന് കാര്യമായിട്ട് ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിരുന്നതാണ്. അപ്പോൾ അവൻ എന്നോട് പറയേ മുന്നോട്ട് പോകാൻ കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് കാര്യം ഷെയർ ചെയ്യാം. ഓക്കെ, അറിയാവുന്ന ആരെങ്കിലൊക്കെ വല്ല ഇതേമാതിരി മറ്റേ ഫണ്ട് സഹായിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാൻ മതി. നമ്പറുണ്ട്, ആ നമ്പറിലൊന്ന് നീര് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനിട്ട്. ഓക്കെ, ഇത് നമ്മളെ യൂട്യൂബ് ചാനലാണ്. ഞാനൊരു ചാരിറ്റി ഇതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതേമാതിരി കഷ്ടപ്പെടുന്നവർക്ക് മാത്രം, അല്ലാണ്ട് എല്ലാവർക്കും കയറിയിട്ടല്ല, കഷ്ടപ്പെടുന്നവരെ മാത്രം നമ്മൾ സഹായിക്കുക എന്നുള്ളൊരു കണ്ട് നമുക്ക് ബോധ്യപ്പെട്ടെന്ന് മാത്രം, അല്ലാത്ത ഇല്ല.